ഞാൻ 2001 വഖഫ് ബോർഡ് CEO ആയി പോയ ഞാൻ 2022 റിട്ടയർ ചെയ്യുമ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ അതിന് പറയുന്നതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും അഭിമാനത്തോട് പറയും, സർക്കാർ ചെലവിൽ എൻ്റെ കരിയർ ഓഡിറ്റ് ചെയ്യപ്പെട്ട് കിട്ടിയെന്നാണ്. കാരണം എൻ്റെ നിയമനവും റിട്ടയർമെൻറ്റും ഇടതുപക്ഷ സർക്കാരുകളോട് ഫൈറ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു. എൻ്റെ നിയമനകാലത്ത് EK നായനാർ മന്ത്രിസഭയുടെ കാലത്താണ് എൻ്റെ സെലക്ഷൻ നടന്നത്. ആ സെലക്ഷനിലൂടെ 1ാം റാങ്ക് കിട്ടിയ ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ് എന്നറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ക്യാൻസൽ ചെയ്തപ്പോൾ അതിനെതിരെ ഹൈക്കോടതി പോയി നിയമനം വാങ്ങിച്ചെടുത്ത ഒരാളാണ് ഞാൻ. അതിൻ്റെ രാഷ്ട്രീയപരമായ പകപോക്കൽ പിന്നീട് വന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റുകളുടെ കാലത്തുണ്ടായിരുന്നു. അവസാനം റിട്ടയർമെൻറ്റ് കാലത്ത് എന്നെ നേരത്തെ പറഞ്ഞയക്കണം എന്ന രീതിയിൽ സ്പെഷ്യൽ റൂൾസ് ഭേദഗതി ചെയ്ത് 2 വർഷം വയസ്സ് കുറച്ചുകൊണ്ട് റിട്ടയർമെൻറ്റ് തീരുമാനമെടുത്തപ്പോൾ സുപ്രീം കോടതി വരെ ചോദ്യം ചെയ്ത് അവിടെ പിടിച്ചു നിന്ന ഒരാളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പീഡിപ്പിക്കാൻ വേണ്ടി പല കേസുകളും അന്വേഷണങ്ങളും എനിക്കെതിരെ നടത്തിയിരുന്നു. 2006-11 കാലഘട്ടത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ നടത്തി. ആ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ഒരു വസ്തുതയും എനിക്കെതിരായിട്ട് പരാമർശമുണ്ടായില്ല. ഉണ്ടായ പരാമർശങ്ങൾ, ലളിതമായ ചില പരാമർശങ്ങൾ ഞാൻ ഹൈക്കോടതിയെ സമീപിച്ച് എക്സ്പെൻഡ് ചെയ്യിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് പല അന്വേഷണങ്ങൾ നടത്തി, വിജിലൻസ് അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ വളരെ വ്യക്തമായ ക്ലീൻ ചിറ്റാണ് വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നൽകിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങൾ ഇത് ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. ഞാനിപ്പോൾ ആഫ്റ്റർ റിട്ടയർമെൻറ്റുള്ള കാര്യം തന്നെ പറയാം. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ ഉടനെ എനിക്ക് ലഭിച്ച ഒരു സ്ഥാനം ലക്ഷദ്വീപ് സ്റ്റേറ്റ് കൺസ്യൂമർ കമ്മീഷൻ്റെ മെമ്പറായിട്ടാണ്. അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സെലക്ഷനാണ്. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ്. അപ്പോൾ അത് ലക്ഷദ്വീപ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു അഡീഷണൽ സെക്രട്ടറിക്ക് തുല്യമായ സൗകര്യങ്ങൾ ലഭിക്കുന്ന ഒരു പോസ്റ്റായിട്ട് പോലും അത് ലഭിച്ച് 1.5 വർഷം കഴിയുമ്പോഴാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, 1.5-2 വർഷം കഴിയുമ്പോഴാണ് ഇത്തവണത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നത്. സ്വാഭാവികമായിട്ടും ഞാൻ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റായി ഇവിടെ വീണ്ടും എൻ്റെ ഒരു പുനഃപ്രവേശനം നടത്തി. സാമൂഹ്യ പ്രവർത്തന രംഗത്തും സംഘടനാ രംഗത്തും ഞാനൊന്ന് വീണ്ടും സജീവമായി. ആ സജീവമായപ്പോൾ പോലും എനിക്കിപ്പോഴും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു വാക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം വിദ്യാനഗറിൽ എവിടെയോ ഒരു ഓഫീസ് കെട്ടിടം കണ്ടെത്തി. അതിനു വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുമ്പോൾ, ഇലക്ഷൻ കമ്മിറ്റി ഓഫീസായിരുന്നു, ഈ ടൗണിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ എവിടെയെങ്കിലും കിട്ടിയാൽ നല്ല ഇതായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടെത്തിയ ഒരു ഓഫീസാണ് അന്നത്തെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ്. അത് എൻ്റെ കെയർ ഓഫിലാണ്. അന്ന് ആ ഉടമസ്ഥൻ എൻ്റെ കെയർ ഓഫിലായതുകൊണ്ട് വാടക വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വാടക ഇല്ലാതെയാണ് അന്ന് ആ കെട്ടിടം പോലും വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ സുതാര്യമാണ്. രാഷ്ട്രീയക്കാർ പല രീതിയിലുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എൻ്റെ കൺസ്യൂമർ കമ്മീഷൻ മെമ്പർ സ്ഥാനം രാജിവെച്ചിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻ്റ് ആയത്. സ്വാഭാവികമായിട്ടും ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലെ പ്രവർത്തനം എനിക്ക് നേരത്തെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്ത് വന്നാൽ വിത്തിൻ 6 months എനിക്ക് പ്രാക്ടീസ് റിഗെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് പോലെ തന്നെ എന്താ സംഭവിച്ചു പറഞ്ഞാൽ, ആ കാലഘട്ടത്തിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അണികൾക്കിടയിൽ എനിക്ക് അനുകൂലമായി നല്ലൊരു അഭിപ്രായമുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും സംഘടനാ രംഗത്ത് പുനഃസംഘടന വരുമ്പോൾ എന്നെ പരിഗണിക്കുന്നു, സീരിയസ് ആയി പരിഗണിക്കുന്നു എന്ന ഒരു ഹിയർസെ അല്ലെങ്കിൽ ഒരു നിയുക്ത ഇന്ന സ്ഥാനത്തേക്ക് ഇന്ന ആളാണ് എന്ന് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇവിടെ എയറിൽ കിടക്കുക. സ്വാഭാവികമാണ്, പലർക്കും മോഹങ്ങളുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ DCC പ്രസിഡൻ്റ് ആവണം, എന്നെ ആക്കണം എന്ന് പറഞ്ഞിട്ട് പോകാൻ ഞാൻ എവിടെയും തയ്യാറല്ല. അങ്ങനെ ലീഡർഷിപ്പിനെ കരുതിയിട്ടുണ്ടെങ്കിൽ, ലീഡർഷിപ്പ് എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഇത്തരം ഇങ്ങനൊരു ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ച് മാറിപ്പോകാൻ ഞാൻ തയ്യാറില്ല.
ഞാൻ ഒന്നുകൂടി പറയാണ്, സാമ്പത്തിക കാര്യത്തിൽ എന്നോട് ബന്ധപ്പെടുന്ന എൻ്റെ ക്ലയൻസ്, അത് ഞാൻ തന്നെ എന്നെ പൊക്കി പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങൾ ക്ലയൻസിനോട് ആരോടെങ്കിലും ബന്ധപ്പെട്ടാൽ ഫീസ് വാങ്ങുന്ന കാര്യത്തിൽ പോലും എൻ്റെ നിലപാട് എന്താണെന്ന് പലർക്കും അറിയാം. പലപ്പോഴും നോട്ടറിയുടെ സ്റ്റാമ്പ് എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്തുകൊണ്ടാണ് ഞാൻ പലരുടെയും നോട്ടറി അറ്റസ്റ്റ് ചെയ്യാറ്. എനിക്കതൊരു സത്യം പറഞ്ഞാൽ ആ നോട്ടറി ഒരു സോഷ്യൽ വർക്കിൻ്റെ ഭാഗമാണ്, അല്ലാതെ ഞാൻ അതിൻ്റെ ഫീസ് വാങ്ങാനുള്ള ഏർപ്പാടല്ല ചെയ്തത്. ഞാൻ പലപ്പോഴും ഗൾഫിൽ നിന്ന് മരിച്ച ആളുകളുടെ അഫിഡവിറ്റ്, ബോഡി കൊണ്ടുവരാനുള്ള അഫിഡവിറ്റ്, ഈ അഫിഡവിറ്റ് കൊണ്ടുവരുമ്പോൾ ഇതിൻ്റെ ഫീസ് വാങ്ങാൻ പറ്റുമോ? അല്ല, അപ്പോൾ പിന്നെ സ്റ്റാമ്പിൻ്റെ 100 രൂപ, ആ സ്റ്റാമ്പിൻ്റെ 100 രൂപ ഞാൻ എടുത്തു കൊടുക്കും. ഇതാണ് എൻ്റെ രീതി. അതുകൊണ്ട് ഇത്തരം സാമ്പത്തിക ആരോപണങ്ങൾ, അതിൻ്റെ പിന്നിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ട്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ചിലവരുടെ ആരുടെയെങ്കിലും അത് ഒരു അപക്വമായ അല്ലെങ്കിൽ ഇമ്മച്യൂർഡായിട്ടുള്ള പ്രവൃത്തി കൊണ്ടാവാം ഇങ്ങനെ എയറിൽ ഇങ്ങനെ ഒരു ന്യൂസ് ഉണ്ടാക്കി എടുത്തത് ഞാൻ കരുതുന്നു. അതിലെനിക്ക് അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. അത് സംഘടനാ രംഗത്തുള്ള വിഷയമായതുകൊണ്ട് ഇവിടെ ഞാൻ അതിൻ്റെ വിഴുപ്പലക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാനിപ്പോഴും തുറന്നു പറയുകയാണ്, പാർട്ടി നിയോഗിക്കുന്ന സ്ഥാനങ്ങൾ മാത്രമേ ഞാൻ ഏറ്റെടുക്കുള്ളൂ. എനിക്ക് ഇന്നതായതേ പറ്റൂ എന്ന രീതിയിലുള്ള ഒരു പോക്കിന് ഞാനില്ല. കാരണം പ്രൊഫഷണലി എനിക്ക് അത്യാവശ്യം മുമ്പോട്ട് പോകാൻ പറ്റും. ഞാൻ അത്യാവശ്യം നല്ല സ്ഥലങ്ങളിലൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റിലടക്കം ഡയറക്ടർ ലെവലിൽ ഇരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ സോ ഫാർ സോ ഗുഡ് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അതിൽ വളരെ എന്താ പറയണ്ടേ, സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അള്ളിപ്പിടിച്ച് ആർത്തി പിടിച്ച് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടണമെന്ന് എനിക്ക് യാതൊരു താല്പര്യമില്ല. അപ്പോൾ എൻ്റെ പേര് പരാമർശിച്ചുകൊണ്ടാണ് ഈ എങ്ങനെയായാലും വിശ്വസിക്കാത്ത, ഇത് ഒരു തരം എന്താ പറയണ്ടേ, ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. അത് പറയേണ്ടത് ആ ഗൂഢാലോചനക്കാർ തന്നെയാണ് ഇതിന് പറയേണ്ടത്. അപ്പോൾ ഇത് സത്യത്തിൽ ഇത് സംഭവിക്കുന്നത് ഉദുമയുടെ തെരഞ്ഞെടുപ്പ് വിജയം അത് അതിൻ്റെ ശോഭ കെടുത്തുന്ന ഒരു പ്രവൃത്തിയായിരിക്കും. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്നോട് പലരും നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ എന്നെ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് നിങ്ങളുടെ DCC പ്രസിഡൻഷിപ്പ് അനൗൺസ് ചെയ്യുക? അപ്പം ഞാൻ അന്നൊക്കെ നിങ്ങളോട് പറഞ്ഞ മറുപടി എന്താ, നമ്മുടെ നിമിഷപ്രിയയുടെ അവസ്ഥയാണ് എനിക്ക്. ഒന്നിക്കിൽ എന്നെ തൂക്കിക്കൊല്ലുക അല്ലെങ്കിൽ വെറുതെ വിടുക. ഇതിങ്ങനെ കുറേ കാലമായി ഇങ്ങനൊരു സംസാരമുണ്ട്. DCC പ്രസിഡന്റ്, നിയുക്ത DCC പ്രസിഡന്റ് BN ജമാലാണ്. BN ജമാലിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പഴയകാല പ്രവർത്തനം കൊണ്ടും എല്ലാം കൊണ്ടും എനിക്ക് എറണാകുളത്തും കോഴിക്കോടും കാസർഗോഡും ഒക്കെ നല്ല ബന്ധങ്ങളിലാണ്. ഞാൻ ഈ കാസർഗോഡ് ജില്ലയിൽ മാത്രമായിട്ട് അങ്ങനെ ഒരു DCC പ്രസിഡൻ്റായിട്ട് നിൽക്കണം എന്ന അമിതമായ ആഗ്രഹമൊന്നും എനിക്കില്ല. എൻ്റെ ബന്ധങ്ങൾ നിലനിർത്തി പോവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഈക്വലി കാലിക്കറ്റ് ഈസ് ആൾസോ എ ഹോം ഡിസ്ട്രിക്ട് ഫോർ മീ. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ വളരെ വൈകാരികമായിട്ട് പറയാം. എറണാകുളത്തെക്കാളേറെ കോഴിക്കോട് ജില്ലയാണ് എനിക്കൊരു ഹോം ഡിസ്ട്രിക്റ്റ്, ഒരു ഹാഫ് ഹോം ഡിസ്ട്രിക്റ്റാണ്. അപ്പോൾ അതേസമയം പാർട്ടി എന്നെ അങ്ങനെ നിയോഗിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും അത് ഏറ്റെടുക്കും.